കോടികൾ വിലമതിക്കുന്ന ലക്ഷറി കാറുകളും കുന്നുകൂട്ടിയിട്ട് സ്വർണവും മാത്രം കണ്ട് ശീലിച്ച ഖത്തർ എയർപോർട്ട് അന്ന് സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ചയ്ക്കായിരുന്നു. വിമാനത്തിന്റെ റാമ്പ് തുറന്ന് പുറത്തേക്ക് വന്നത് VIP-കളായിരുന്നില്ല, മറിച്ച് 4000 പശുക്കളായിരുന്നു. തങ്ങളെ മുട്ടുകുത്തിക്കാൻ നോക്കിയ സൗദിക്കും മറ്റ് അയൽ രാജ്യങ്ങൾക്കും മുന്നിൽ അടിയറവ് പറയാതെ ഖത്തർ പിടിച്ചു നിന്നത് ഈ പശുക്കളുടെ ബലത്തിലായിരുന്നു. ഒരു രാജ്യം മുഴുവൻ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലിഫ്റ്റ് ഓപ്പറേഷൻ. സ്വന്തം ജനങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി ആകാശത്തു കൂടി പശുക്കളെ കൊണ്ടുവന്ന ബലധന എന്ന കമ്പനിയുടെ ജനനവും അന്ന് ആ തീരുമാനത്തിൽ ഖത്തറിലെ തന്നെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ കഥ. 2017 ഖത്തറിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന്, കയ്യിൽ നിറയെ പെട്രോ ഡോളേഴ്സ്. പക്ഷേ ആ രാജ്യത്തിന് വലിയൊരു ബലഹീനതയുണ്ടായിരുന്നു. അവരുടെ ഭക്ഷണത്തിന്റെ 90% വരുന്നത് പുറത്തുനിന്നാണ്, പ്രത്യേകിച്ച് പാൽ. ഖത്തറിലെ ജനങ്ങൾ കുടിച്ചിരുന്ന പാൽ മുഴുവൻ റോഡ് മാർഗം വന്നിരുന്നത് സൗദി അറേബ്യയിൽ നിന്നായിരുന്നു. എന്നാൽ 2017 ജൂൺ 5 രാവിലെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഒരു ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചു. കര, വ്യോമ, കടൽ മാർഗങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അടച്ചുപൂട്ടി. ഖത്തർ എന്ന രാജ്യം ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെട്ടു. സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകൾ മണിക്കൂറുകൾക്കുള്ളിൽ കാലിയായി. പണമുണ്ടായിട്ട് കാര്യമില്ല, കുടിക്കാൻ ഒരിറ്റു പാല് പോലും ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ അയൽ രാജ്യങ്ങളൊക്കെ വിചാരിക്കുന്നത് ഖത്തർ പേടിച്ച് കീഴടങ്ങുമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. ഖത്തറിലെ ബിസിനസ്സുകാരനായിട്ടുള്ള മോന്തസ് അൽ ഖയാത്ത് വന്നൊരു തീരുമാനമെടുക്കുന്നു. ഇവിടെ പാലില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അത് ഉണ്ടാക്കാം. പക്ഷേ ഒരു പുല്ല് പോലും കിളിക്കാത്ത മരുഭൂമിയിൽ എവിടുന്ന് പശുക്കളെ കിട്ടും? അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഓപ്പറേഷൻ എയർലിഫ്റ്റ് നടക്കുന്നത്. കപ്പലിൽ വരാൻ സമയമില്ല. അതുകൊണ്ട് ഖത്തർ എയർവേസിന്റെ കൂറ്റൻ കാർഗോ വിമാനങ്ങളിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും 4000 ഹോലസ്റ്റൈൻ പശുക്കളെ അവർ ഖത്തറിലെത്തിച്ചു. ഇത് ശരിക്കും ഒരു ലോജിക്കൽ ബിസിനസ് മൂവ് അല്ല, അവരുടെ അന്നത്തെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. അടുത്ത വെല്ലുവിളി നേരിട്ടത് ഖത്തറിലെ 50 ഡിഗ്രി ചൂടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അൽഖോർ എന്ന മരുഭൂമിയിൽ 247 ഏക്കറിൽ അവർ കൂറ്റൻ ക്ലൈമറ്റ് കൺട്രോൾ ബാൺസ് നിർമ്മിച്ചു. പുറത്ത് മരുഭൂമിയിലെ ചൂടാണെങ്കിലും അകത്ത് പശുക്കൾക്ക് അനുഭവപ്പെടുന്നത് യൂറോപ്പിലെ തണുപ്പാണ്. ഓട്ടോമാറ്റിക് കൂളിംഗ് സിസ്റ്റം, റോബോട്ടിക് മിൽക്കിംഗ് പാർലേഴ്സ്. മരുഭൂമിയുടെ നടുവിൽ അവർ ഒരു ഹൈടെക് ഫാം തന്നെ സൃഷ്ടിച്ചു. ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് അവർക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? അവരുടെ ഉപരോധം തുടങ്ങി വെറും 6 മാസത്തിനുള്ളിൽ ഖത്തറിലെ മാർക്കറ്റുകൾ ബലധനയുടെ പാല് കൊണ്ട് നിറഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ 2019 ഖത്തറിന് ആവശ്യമുള്ള 100% പാൽ ഉൽപ്പാദിപ്പിക്കാൻ അവർക്കന്ന് സാധിച്ചു. ഒരിക്കൽ പാല് കിട്ടാൻ ക്യൂ നിന്നവർ ഇന്ന് പാല് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇതൊരു സർക്കാർ പദ്ധതിയായിരുന്നില്ല, ഒരു പ്രൈവറ്റ് ബിസിനസ് ആയിരുന്നു. പിന്നീട് ഈ കമ്പനി ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും അവരുടെ IPO വഴി ഏകദേശം $392 മില്യൺ സമ്പാദിക്കുകയും ചെയ്തു. ഇന്ന് ബലധന വെറും ഒരു പാൽ കമ്പനിയല്ല, ജ്യൂസ്, ചീസ്, തൈര് അങ്ങനെ പല മേഖലയിലും ആധിപത്യമുള്ള ഒരു സാമ്രാജ്യമായിട്ട് അത് മാറി. അയൽ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഖത്തർ തകർന്നു പോകുമെന്നാണ് പലരും കരുതിയത്. പക്ഷേ ആ ഉപരോധമാണ് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചത്. ഏറ്റവും വലിയ ബിസിനസ് ഐഡിയകൾ ജനിക്കുന്നതും ഏറ്റവും വലിയ പ്രതിസന്ധികൾക്കുള്ളിലാണെന്ന് ബലധന ഇവിടെ തെളിയിക്കുന്നു. വിമാനത്തിൽ പശുക്കളെ കൊണ്ടുവന്നപ്പോൾ പലരും അന്ന് ചിരിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവസാനം ചിരിച്ചത് ഖത്തറാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വലിയൊരു തടസ്സമൊക്കെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ചിലപ്പോൾ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന്. സൗദി അറേബ്യ അന്ന് ഖത്തറിന്റെ മുന്നിൽ തോക്കുകയാണ് ഉണ്ടായത്. ഇത്രയും വലിയ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും ഖത്തർ മുട്ടുമടക്കാതെ പിടിച്ചു നിൽക്കാൻ കാരണം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസൊക്കെ ചെക്കൗട്ട് ചെയ്യുക. താങ്ക്